കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ KSU നേതാവിന്റെ മുറിയിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ 3 വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ. സമഗ്ര അന്വേഷണം പ്രഖ്യാപിച്ച് കോളേജ് അധികൃതർ. കഞ്ചാവ് എത്തിച്ചത് പൂർവ്വ വിദ്യാർത്ഥികളെന്ന് പോലീസ്. റെയ്ഡ് കോളേജ് അധികൃതരുടെ അനുമതിയോടെയെന്ന് തൃക്കാക്കര SC PV ബേബി പറഞ്ഞു. വിദ്യാർത്ഥികളായതുകൊണ്ടും ഒരു ക്യാമ്പസ് ആയതുകൊണ്ടും മതിയായ മുന്നൊരുക്കങ്ങൾ നടത്തി അവിടുത്തെ അധികാരികളുടെ രേഖാമൂലമുള്ള അനുമതിയും വാങ്ങി ചെയ്ത കാര്യങ്ങളെല്ലാം കൃത്യമായി നമ്മൾ വീഡിയോഗ്രാഫും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു തരത്തിലുള്ള ഭീഷണിയോ അവർക്ക് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് നിസ്തർക്കമായ. ഫോഴ്സ് ചെയ്ത് പോലീസിന് പിടിക്കണമായിരുന്നെങ്കിൽ അവിടെ ധാരാളം വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അപ്പോൾ കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, അപ്പോൾ കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. ഇനി കൂടുതൽ പേരുടെ ഇൻവോൾവ്മെൻറ്റ് ആണ് നമുക്ക് പരിശോധിക്കേണ്ടതുള്ളൂ. നിലവിൽ നമ്മൾ പിടിച്ചിരിക്കുന്ന അവർ കൃത്യമായും ഇതിനകത്ത് ഉൾപ്പെട്ടവർ തന്നെയാണ്. KSU നേതാക്കളുടെ മുറിയിൽ നിന്നാണ് ഈ കഞ്ചാവ് പിടികൂടിയത്. വിവരങ്ങളുമായി ഇപ്പോൾ അർച്ചന കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. അർച്ചന, KSU നേതാവിന്റെ മുറിയിൽ നിന്നാണ് ഈ കഞ്ചാവ് പിടികൂടിയത്. ഒരു KSU പ്രവർത്തകൻ, അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവ് ഈ സംഭവത്തിന് തുടർച്ചയിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്ത സാഹചര്യം കൂടിയുണ്ട്. പോലീസ് ഇതിന്റെ സമഗ്രമായ അന്വേഷണത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? പേരുടെ പങ്കാളിത്തം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് ഈ ആകാശ് നൽകിയ മൊഴിയാണ്. ആകാശ് പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ പൂർവ്വ വിദ്യാർത്ഥിയാണ് ഈ കഞ്ചാവ് കോളേജിൽ എത്തിച്ചതെന്നാണ്. അങ്ങനെയെങ്കിൽ അയാളെ സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിക്കും. മാത്രമല്ല, ഈ ആകാശിന്റെ മുറിയിൽ ഒപ്പമുണ്ടായിരുന്നത് KSU നേതാവായ ആദിൽ എന്ന് പറയുന്നയാളാണ്. ആ വിദ്യാർത്ഥിയും ഉടൻ തന്നെ പോലീസ് ഇത്തരത്തിൽ വിവരങ്ങൾ ചോദിച്ച് അറിയാനുള്ള സാധ്യതയാണുള്ളത്. എന്തായാലും കൂടുതൽ പേരിലേക്ക് ഈ അന്വേഷണം നീങ്ങുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആരൊക്കെയാണോ ഇതിന് കണ്ണികളായത്, ആരൊക്കെയാണോ ഇതിൽ വിതരണത്തിൽ പങ്കാളികളായത്, അവരെല്ലാം തന്നെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്യും. അവരെ പ്രതി ചേർക്കപ്പെടുകയും ചെയ്യും. എന്തായാലും നിലവിൽ ഇപ്പോൾ 3 പേരെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. അതിൽ 2 പേരെ ഇത്തരത്തിൽ കുറഞ്ഞ അളവിലായതുകൊണ്ട് തന്നെ അവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ആകാശാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. അയാളുടെ 2 കിലോയാണല്ലേ പിടിച്ചത് ആകാശിന്റെ കയ്യിൽ നിന്ന്? ആകാശിന്റെ മുറിയിൽ നിന്നും ഏകദേശം 1.9 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. ഈ പോലീസ് എത്തുന്ന സമയങ്ങളിൽ ഇയാൾ ഈ ചെറിയ പാക്കറ്റുകളിലാക്കി ഇത് വിതരണം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അതിനിടെയാണ് പോലീസ് മുറിയിലെത്തുന്നതും ഇത്തരത്തിൽ ഈ കഞ്ചാവ് പിടികൂടുകയും ചെയ്തത്. ഈ ആകാശിന്റെ മുറിയിൽ തന്നെയാണ് ഈ ആദിൽ എന്ന് പറയുന്ന KSU നേതാവ് ഉണ്ടായിരുന്നത്. ഇയാൾ പോലീസിനെ കണ്ട ഉടൻ തന്നെ ഈ വിദ്യാർത്ഥി ഇറങ്ങി ഓടുകയായിരുന്നു എന്നാണ് അഭിരാജ്. ആദിലല്ലേ KSU പാനലിൽ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ചാണല്ലേ അർച്ചന? അതെ, ആദിൽ എന്ന് പറയുന്നയാൾ നേരത്തെ ഈ പല തെരഞ്ഞെടുപ്പ് സമയങ്ങളിലും മത്സരിച്ചയാളെയാണ്. ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്നതിനനുസരിച്ച് ഈ ആർട്ട് ക്ലബ്ബ് സെക്രട്ടറി ആയിരുന്നു ആദിൽ എന്നാണ്. എന്തായാലും ആദിൽ ഈ പോലീസ് എത്തുന്ന സമയത്ത് കോളേജിൽ ഉണ്ടായിരുന്നു. ഈ പോലീസിനെ കണ്ട ഉടൻ ഇയാൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് അഭിരാജ് പറയുന്നത്. ഇത് പോലീസും വ്യക്തമാക്കുന്നുണ്ട്. അതായത് പോലീസ് അവിടെ എത്തുന്ന സമയത്ത് നിരവധി വിദ്യാർത്ഥികൾ അവിടെ നിന്നും ഇറങ്ങി ഓടുന്നുണ്ടായിരുന്നു. ഇവരെല്ലാം സംബന്ധിച്ച് പോലീസ് പരിശോധിക്കും. ഈ മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായും ഈ പൂർവ്വ വിദ്യാർത്ഥിയെ സംബന്ധിച്ചായിരിക്കും പരിശോധിക്കുക. അതുകൂടാതെ ഈ അഭിരാജ് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ ആദിനെയും അതുപോലെ അനന്തുവരെയും, ഇവർ 2 പേരും ഈ മുറിയിൽ ഉണ്ടായിരുന്നവരാണ്. ഇവർ പോലീസിനെ കണ്ട ഉടൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട ആളുകൾ കൂടിയാണ്. അപ്പോൾ അവരെ കൂടി പോലീസ് എന്തായാലും പരിശോധിക്കും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ പരിശോധനയുമായി മുന്നോട്ട് പോവുകയാണ്. അതിനിടെ ഇപ്പോൾ കോളേജ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ പോലീസ് ആദ്യഘട്ടത്തിൽ ഈ 3 പേർക്കെതിരെയാണ് നടപടിയെടുത്തത്. ഇവരെ 3 പേരെയാണ് നിലവിൽ സസ്പെൻഡ് ചെയ്തത്. മാത്രമല്ല, വിശദമായ അന്വേഷണം കോളേജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്യും. അതിന് പ്രത്യേക കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട്, കമ്മീഷനെയും രൂപീകരിച്ചിട്ടുണ്ട്. ഈ കമ്മീഷന്റെ നേതൃത്വത്തിലായിരിക്കും ഇനിയുള്ള ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടർ നീക്കങ്ങൾ ഉണ്ടാവുക. അതിൽ പ്രധാനമായും ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നമ്മളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരുമ്പോൾ യഥാർത്ഥ പ്രതികൾ പിടിക്കപ്പെടുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇവിടെ ഈ വിവരം പുറത്തു വന്ന ഉടൻ തന്നെ, ഈ അറസ്റ്റ് വിവരവും കാര്യങ്ങളൊക്കെ പുറത്തു വന്ന ഉടൻ തന്നെ ഇത് SFIയുടെ തലയിലേക്ക് കെട്ടാൻ മാധ്യമങ്ങളും പ്രതിപക്ഷവും വല്ലാതെ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു. പ്രതിപക്ഷ നേതാവടക്കം ആ തരത്തിൽ വലിയ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് കണ്ടു. പക്ഷേ വസ്തുതകൾ പുറത്തേക്ക് വരുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായതും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതുമെല്ലാം KSUവിന്റെ പ്രധാനപ്പെട്ട നേതാക്കളല്ലേ? ഇപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഈ കഞ്ചാവ് അങ്ങോട്ടേക്ക് എത്തിച്ചത് എന്ന് പറയുന്നു. അപ്പോൾ ആ രീതിയിൽ അവർക്കടക്കം എന്താണ് ഈ KSUവുമായിട്ട് ബന്ധം എന്നതടക്കമുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷണത്തിലേക്ക് വരികയില്ലേ?
തീർച്ചയായും അത്തരം കാര്യങ്ങൾ തന്നെയാണ് ഈ അന്വേഷണത്തിൽ വരിക. ഈ പോലീസ് പറഞ്ഞത് ഈ സംഘടന എന്ന തരത്തിലേക്കല്ല, ആരൊക്കെയാണോ ഇത് കൈവശം വെച്ചത് അവരിലൊക്കെ ഈ അന്വേഷണം നീങ്ങുമെന്നാണ്. അതിൽ പ്രധാനമായും ഈ ആദിലിന്റെ പേരാണ് പ്രധാനമായും എടുത്തു പറയുന്നത്. ആദിൽ ഇയാൾക്കൊപ്പം, അതായത് ആകാശിനൊപ്പം ഉണ്ടായിരുന്നയാളാണ്, റൂമിൽ ഉണ്ടായിരുന്നയാളാണ്. പോലീസ് വരുമ്പോൾ ഇത്തരത്തിൽ ഓടി രക്ഷപ്പെടുകയും ചെയ്തയാളാണ്. അതുകൊണ്ട് തന്നെ ആദിലേക്ക് അന്വേഷണം നീളാനുള്ള സാധ്യതയുണ്ട്. ഈ പറയുന്ന പൂർവ്വ വിദ്യാർത്ഥി അയാളാണ് ഈ കഞ്ചാവ് കോളേജിൽ എത്തിച്ചതെന്ന് പോലീസ് പറയുന്നുണ്ട്. മാത്രമല്ല ഈ പുറത്തു നിന്നുള്ള ആളുകൾക്ക് ഇത്തരത്തിൽ കോളേജിനകത്തേക്ക് ഈ ഹോസ്റ്റൽ മുറിയിലേക്കോ പ്രവേശനമില്ല. അതുകൊണ്ട് തന്നെ പൂർവ്വ വിദ്യാർത്ഥി ആയതുകൊണ്ടായിരിക്കാം അയാൾക്ക് ഇങ്ങനെ ഈ കോളേജിനകത്ത് കടക്കാനുള്ള ഒരു പെർമിഷൻ കിട്ടിയതെന്നാണ് പോലീസ് സംബന്ധിച്ച് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാളിലേക്ക് അന്വേഷണം നീളും. ഈ പറയുന്ന അനന്തുവും പോലീസിലെ കണ്ട ഉടനെ ഓടി രക്ഷപ്പെട്ടയാളാണ്. ഇവർ രണ്ടുപേരും ഈ KSU പ്രവർത്തകരാണ്, സജീവമായി KSUവിൽ ഇടപെടുന്ന ആളുകളാണ്. അവരിലേക്ക് എന്തായാലും അന്വേഷണം നീളും. ഈ അഭിരാജ് തനിക്ക് ഒരു ബന്ധവുമില്ല ഈ സംഭവത്തിൽ നിന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. തനിക്ക് എങ്ങനെയാണ് തന്റെ റൂമിൽ ഈ കഞ്ചാവ് എത്തിച്ചത് സംബന്ധിച്ച് പരിശോധിക്കണം. താൻ കഞ്ചാവ് ഒരു സിഗരറ്റ് പോലും ഉപയോഗിക്കാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ SFIക്ക് ഇതിൽ യാതൊരു പങ്കാളിത്തവും ഇല്ല എന്ന തുടക്കം മുതൽ അഭിരാജ് വ്യക്തമാക്കിയതാണ്. അഭിരാജിനെയും അതുപോലെ അഭിരാജിന്റെ സുഹൃത്ത്, അഭിരാജിന്റെ മുറിയിലുണ്ടായിരുന്ന ആദിത്യനെയും നേരത്തെ തന്നെ പോലീസ് ജാമ്യത്തിൽ വിടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനി നിരവധി ആളുകളിലേക്ക് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മാത്രമല്ല ഈ കോളേജ് കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം നടക്കാൻ പോവുകയാണ്. വിദ്യാർത്ഥി ഈ സംഘടന എന്നതിനപ്പുറത്തേക്ക് ഇതിൽ ലഹരി ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്കിടയിൽ വ്യാപിപ്പിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും അത് ആശങ്കാജനകമാണ്. ഏതായാലും ശക്തമായ നടപടികൾ ഈ വിഷയത്തിൽ ആവശ്യമാണ്. പോലീസ് എക്സൈസ് ചെയ്താലും ശക്തമായ നടപടികൾ ഈ വിഷയത്തിൽ സ്വീകരിക്കണമെന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതേസമയം തന്നെ ഇത് വലിയ തോതിൽ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു, SFIയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള നീക്കങ്ങൾ നടന്നു. പക്ഷേ വസ്തുതകൾ പുറത്തേക്ക് വന്നപ്പോൾ KSU നേതാക്കളാണ്, KSUമായി അടുത്ത് ബന്ധമുള്ളവരാണ് ഇപ്പോൾ ഈ പ്രതിസ്ഥാനത്തേക്ക് വന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിവരങ്ങളാണ് അർച്ചന നൽകിയത്.